السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن شاء الله കാലികമായി ഏറെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ് സ്വർഗത്തിൽ കയറുക, ആരൊക്കെയാണ് ആ സ്വർഗത്തിലേക്ക് ഉന്തിക്കയറ്റേണ്ടത്, സ്വർഗത്തിലേക്ക് ഓരോരുത്തരെയും പ്രവേശിപ്പിക്കാൻ അള്ളാഹു ആർക്കൊക്കെയാണ് അനുവാദം നൽകിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിൽ നിലകൊള്ളുന്നു എന്ന് വാദിക്കുന്നതോടൊപ്പം ഒരു പുതിയ മതം സൃഷ്ടിക്കുന്ന ഒരു പ്രവണത മുമ്പേ കണ്ടുവരുന്നുണ്ട്. അക്ബറിന്റെ ദീന ഇലാഹിയൊക്കെ ആ ഗണത്തിലാണ് പെടുക. മുസ്ലിമാണെന്ന് പറയുക, മുഅ്മിനായിട്ട് നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുക, എന്നിട്ട് അവരിഷ്ടപ്പെടുന്ന പുതിയൊരു മതം അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപീകരിക്കുക. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് ഞാൻ വിശാലമായി പ്രവേശിക്കുകയല്ല. കേരളത്തിൽ തന്നെ ഈയിടെ ട്രെൻഡായ കുറേ കാര്യങ്ങൾ ഉപമൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മൗലവിയുടെ നേതൃത്വത്തിലുള്ള സർവ്വവേദ സത്യവാദം, സർവമത സത്യവാദവുമായിട്ടാണ് അയാൾ ഇറങ്ങിയതെങ്കിലും ഇപ്പോൾ പറയുന്നത് സർവ്വവേദ സത്യവാദം, എല്ലാ വേദങ്ങളും സത്യമാണ്. ഈ രണ്ട് വാദവും ഏകദേശം ഒന്ന് തന്നെയാണ്. സർവ്വമത സത്യവാദം എന്ന് പറഞ്ഞാലും സർവ്വവേദ സത്യവാദം എന്ന് പറഞ്ഞാലും അദ്ദേഹം ഈ വിശ്വാസപരമായ കാര്യങ്ങൾ നിരവധിയായ പരിണാമങ്ങൾക്ക് വിധേയനാണ്. ഒടുവിലാണ് ഇങ്ങനെ ഒരു ആദർശത്തിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, ഒരു സ്ത്രീയുടെ പ്രസംഗം കാണാം യൂട്യൂബിലൊക്കെ. അവർ ദൈവത്തെ അന്വേഷിച്ച് നടന്നു. അമ്മ ദൈവം അതവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം അമ്മ ആവണമെങ്കിൽ അത് മാനുഷികമായ കുറേ ചാബല്യങ്ങൾ വേണം. ഈ അമ്മയ്ക്കും ഒരമ്മ ഉണ്ടായിട്ടുണ്ടാവും, അപ്പോൾ ഇത് ദൈവമാവാൻ പറ്റില്ല. അവർ പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ബൈബിളിലെത്തി. ബൈബിള് പഠിച്ചപ്പോൾ ആ ദൈവം കൊള്ളാമെന്ന് മൂപ്പത്തിക്ക് തോന്നി. അപ്പോൾ മൂപ്പര് അതിൻ്റെ ആളായി. പക്ഷെ കൂടുതലായി അത് വായിച്ചപ്പോൾ പിന്നെയും ആകെ കൺഫ്യൂഷൻ. അവിടെ പ്രസംഗത്തിലുള്ളത് അങ്ങനെ കൺഫ്യൂഷൻ എന്നാണ്. ആകെ മൂപ്പത്തിക്ക് തല തിരിഞ്ഞു. എന്തായിരുന്നു പ്രശ്നം? ബൈബിളിലെ ദൈവമാകുന്ന യേശു എന്നവർ പഠിച്ച ആ ഒരു വ്യക്തിത്വം പലപ്പോഴായി വേറൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മൂപ്പരല്ല ദൈവം എന്ന് എനിക്ക് മനസ്സിലായി. വേറൊരു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഞാനതിൻ്റെ ശരീരത്തെറ്റുകൾ വിശദീകരിക്കാനല്ല ഈ ഒരു ഭാഗം ഉദ്ധരിക്കുന്നത്. അപ്പൊ അത് ശരിയല്ല എന്ന് മനസ്സിലായി. പിന്നെയും അന്വേഷിച്ചു പോയപ്പോൾ ഒരു മുസ്ലിം നിസ്കരിക്കുന്നത് കണ്ടു. ഈ മുസ്ലിം ആർക്കാണ് നിസ്കാരം സമർപ്പിക്കുന്നത്? ഒരു പ്രതിഷ്ഠയില്ല, ഒരു ഫോട്ടോ ഇല്ല, മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ബിംബങ്ങളോ ഒന്നുമില്ല. അപ്പോ അരൂപിയാവണം ദൈവം എന്ന് ഉറപ്പിച്ച് ഞാൻ ഇസ്ലാമിൽ പ്രവേശിച്ചു. അപ്പം എനിക്ക് വലിയ സന്തോഷം കിട്ടിയെന്നാണ്. അത്രത്തോളം ഓക്കെയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ കൃത്യം ശരിയുമാണ്. പക്ഷേ പിന്നെ അവർ ഇസ്ലാം പഠിച്ചപ്പോൾ മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമും ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാമും ഇപ്പോ ഈ ഉലമാക്കൾ പഠിപ്പിക്കുന്ന ഇസ്ലാമും രണ്ടാന്ന് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് മനസ്സിലായി? പിന്നെ സ്വന്തം മതം നിർമ്മിക്കുകയാണ്. അള്ളാഹു ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത്, റസൂൽ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, അവർക്കിഷ്ടപ്പെട്ട കുറേ ആദർശങ്ങളുണ്ട്, അതൊക്കെയാണ് ഇസ്ലാം എന്ന പേരിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് 100% ഒരു സത്യത്തിലേക്ക് എത്തിയിട്ട് ആ വ്യക്തി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വേർതിരിയാണ്. ഇത് കുറേ ആളുകളുടെ ഇടയിൽ ഷെയിൻ ചെയ്യാൻ വേണ്ടി സംഭവിക്കും. ഞാനൊരു ഉഷാറുള്ള ആളാണ്, ആരും പറയാത്തതൊക്കെ പറയുന്ന വലിയ ആളാണെന്ന് വരുത്താൻ വേണ്ടി സംഭവിക്കും. പിന്നെ ചില രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ
ഇങ്ങനെയൊക്കെ ചില ഇസ്ലാം വിരുദ്ധത പറഞ്ഞെങ്കിലേ നടക്കുള്ളൂ എന്ന തെറ്റിദ്ധാരണയിലും ചിലപ്പോൾ സംഭവിക്കും. അങ്ങനെയാണ് കുറേ കാലം മുന്നേ മുതൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ കേട്ടുവരുന്ന ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സർവമത സത്യവാദമായിട്ട് സമൂഹത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ സ്വർഗത്തിൽ കയറ്റിയേ ഒതുങ്ങൂ എന്ന ഭാഷയിലാണ്. അതിനുവേണ്ടി പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകത്തിന് പേര് തന്നെ സ്വർഗസ്ഥനാം ഗാന്ധിജി എന്നാണ്. ഗാന്ധിജി സ്വർഗത്തിലാണോ മദർ തെരേസ സ്വർഗത്തിലാണോ, നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ചയുടെ അവസാനം സംസാരിക്കണം. ഇങ്ങനെ ഒരു അധികാരം ആർക്കുണ്ട് ഒരാളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശിപ്പിക്കാൻ? അത് വളരെ പ്രധാനമാണല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറഞ്ഞ കുറേ സ്വഹാബി വര്യന്മാരുണ്ട്. അവർ സ്വർഗത്തിലാണെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. കാരണം അത് വഹയ്യ് പ്രകാരം അവിടുന്ന് സംസാരിച്ചതാണ്. ഒരു ഹദീസിൽ എണ്ണി പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്തും ഫിൽ ജന്ന എന്നും പറഞ്ഞിട്ട് അവരാണ് അശറത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അവരെല്ലാവരും സ്വർഗത്തിലാണ്. മറ്റു ചില സന്ദർഭങ്ങളിൽ ഓരോ വ്യക്തികളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലേക്കാണ് എന്ന്. അതും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം വഹ്യിന്റെ പിന്തുണയിൽ ഹബീബായ നബി തങ്ങൾ പറയുന്നതാണത്. പരിശുദ്ധ ഖുർആനിലുണ്ട് ചില ആളുകൾ നരകത്തിലാണെന്ന്. തബ്ബത് യദാ അബീ ലഹബ്, അദ്ദേഹം നരകത്തിലാണെന്ന് മുഅ്മിനായ മനുഷ്യൻ ഒരു സംശയവുമില്ല. അദ്ദേഹം നരകത്തിൽ തന്നെയാണ്, അയാൾ നരകത്തിൽ തന്നെയാണ്. ഇങ്ങനെ ഖുർആനിലോ ഹദീസിലോ കൃത്യമായി വന്നവരെ കുറിച്ചല്ലാതെ ഇന്നൊരാൾ സ്വർഗത്തിലാണ് ഇന്നൊരാൾ നരകത്തിലാണ് എന്ന് പറയാൻ നമുക്ക് അധികാരമേ ഇല്ല. അത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. നുബുവത്തിന്റെ നാവ് കൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നത് ആ വിഷയത്തിൽ 100% ശരി. പരിശുദ്ധ ഖുർആനിൽ ആരെങ്കിലുമൊക്കെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും റെഡി. അതല്ലാതെ ഒരു വ്യക്തിയെ എടുത്തിട്ട് ഇയാൾ നരകത്തിലാണ് സ്വർഗത്തിലാണെന്ന് പറയാൻ നമുക്ക് അല്ലാഹു അധികാരമേ തന്നിട്ടില്ല. ഒന്ന്. രണ്ടാമതായി, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അങ്ങക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ പരിശുദ്ധ ദീനിലേക്ക് പ്രവേശിപ്പിക്കാൻ അങ്ങേക്ക് സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, പടച്ച റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവരെ സത്പാതയിലേക്ക് ചേർക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അങ്ങക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ പിടിച്ച് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇടാൻ, സ്വർഗസ്ഥനാം ഗാന്ധിജി എന്ന് പുസ്തകം എഴുതാൻ, സ്വർഗസ്ഥനാം മദർ തെരേസ, സ്വർഗസ്ഥയാം മദർ തെരേസ എന്ന് പുസ്തകം എഴുതാൻ ആർക്കുമേ അധികാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് അങ്ങക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കാൻ അധികാരമേ ഇല്ല. അധ്വാനിക്കാം, പ്രവർത്തിക്കാം, അവർ ഹിദായത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളിലേക്ക് അവരെ വഴി നടത്താം. ഇങ്ങനെയൊക്കെ ജീവിച്ചാലാണ് ഹിദായത്തിലേക്കും സ്വർഗത്തിലേക്കും എത്തുക എന്ന് പറഞ്ഞു കൊടുക്കാം, പ്രാർത്ഥിക്കാം, ഇതൊക്കെ പറ്റും. പക്ഷെ ഒരാളെ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അപ്പോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാം, ഞാൻ കണ്ടെത്തിയൊരു ഇസ്ലാം, ഭൂലോകത്ത് ഇതുവരെ പറയാത്തൊരു ഇസ്ലാം, ആരുമേ പഠിപ്പിക്കാത്തൊരു ഇസ്ലാം, അതാണ് എൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഞെളിഞ്ഞു നിൽക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആനും മതവും അവരോട് വിരുദ്ധമാകുന്നു. എന്താണ് ഇസ്ലാം? നമ്മൾ അവിടെ മുതൽ തുടങ്ങണം. പടച്ച റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട മതമാണ് ഇസ്ലാം. നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാന്റെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞു ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യയോഗ്യമായ ഏകമതം അത് പരിശുദ്ധ ഇസ്ലാമാകുന്നു. ഇത് ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതേ സൂറത്തിന്റെ തന്നെ 85-ാമത്തെ സൂക്തത്തിൽ, സൂറത്ത് ആൽ ഇംറാന്റെ 85-ാമത്തെ സൂക്തത്തിൽ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, മതമായിട്ട് ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെ ആരെങ്കിലും തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അത് സ്വീകാര്യമേ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവർ അവസാനത്തിൽ പരലോകത്ത് അവർ പരാജിതരായിരിക്കും, നഷ്ടക്കാരായിരിക്കും. ഇതിലൊന്നും ഒരു അവ്യക്തതയുടെ കാര്യമല്ല, കൃത്യമായ പരാമർശം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെച്ചിട്ട് വേറൊരാളെ
അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അങ്ങനെ ജീവിക്കും, ഞാൻ ഖുർആൻ്റെ ആളാണ്, ഇസ്ലാമിൻ്റെ ആളാണ്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊന്നും എനിക്കത്ര താല്പര്യമില്ല, ഹദീസിലൊന്നും എനിക്കത്ര പിടുത്തല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് സംസാരിച്ചിട്ടുണ്ട് ദീർഘമായി. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനൊരു പുതിയ ഇസ്ലാമുമായിട്ട് വരിക അല്ലെങ്കിൽ പുതിയൊരു മതമായിട്ട് വരിക എന്നതല്ലാതെ പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഹദീസുകളും പഠിപ്പിക്കുന്ന ഇസ്ലാമുമായിട്ട് അവനൊരു ബന്ധമില്ല. സൂറത്തുൻ നിസാഇന്റെ 115-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യം, അവിടുന്ന് കൊണ്ടുവന്ന ദീൻ, ഇതൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ ശേഷം വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഗ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. വ്യക്തമാണ് ഖുർആൻ പറയുന്നത്. വമൻ യുശാഖിഖിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചു, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം അവനിലേക്ക് എത്തിയതിനു ശേഷം, റസൂലിന്റെ ദഅവത്ത് അവന് മനസ്സിലായതിനു ശേഷം, ഹബീബായ നബി തങ്ങളുടെ ഉണ്മയും അവിടുത്തെ പ്രവാചകത്വവും സ്ഥിരപ്പെട്ട് അവന് അറിയാനായതിനു ശേഷം ആരെങ്കിലും നബിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നുവല്ലിഹി മാ തവല്ല, അവൻ ആ പോകുന്ന രീതി അല്ലാഹു തആല അവന് സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ പോകും. ഒരു പുസ്തകം മാത്രമല്ല, അടുത്ത പുസ്തകവും വരും. അടുത്ത പുസ്തകം വരും. സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി എന്നുള്ള അടുത്ത പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ഞാൻ. ആ ആവശ്യാർത്ഥം എൻ്റെ മേശപ്പുറത്ത് നിറച്ച ഹദീസുകളുടെ പരിഭാഷകളാണെന്ന് ഈ സ്വർഗസ്ഥനാം ഗാന്ധിജിയുടെ കർത്താവ് പറയുന്നുണ്ട്. നുവല്ലിഹി മാത്തവല്ല, അവരെ ആഗ്രഹിച്ച രീതിയിലൂടെ നമ്മങ്ങ് അഴിച്ചുവിടും. എന്നിട്ടോ വനുസ്ലിഹി ജഹന്നം, നരകത്ത് പ്രവേശിപ്പിക്കും. വസഅത്ത് മസീറ, നരകം വളരെ വൃത്തികെട്ട സങ്കേതമാകുന്നു. പരിശുദ്ധ ഇസ്ലാമിലൂടെ അല്ലാതെ മുന്നോട്ട് പോയാൽ പരലോകത്ത് വിജയിക്കില്ലെന്ന് കൃത്യമായി അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. സ്വാഭാവികമായും ഇവിടെ ഒരു സംശയം ഉണ്ടാവും, ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഭയങ്കരമായ വർഗീയതല്ലേ? അതുകൊണ്ടല്ലേ ലോകത്താകെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അതുകൊണ്ടൊരു പ്രശ്നവും ഉണ്ടാവില്ല, അതൊരു വർഗീയതയുമല്ല. എന്തുകൊണ്ട്? പരിശുദ്ധമായ ഇസ്ലാം ശരി എന്ന് പറയുന്നതല്ല വർഗീയത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം ശരി എന്ന് പറയുന്നതല്ല വർഗീയത. ഞാൻ വിശ്വസിക്കുന്ന ശരി മാത്രം എല്ലാവരും നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കായികമായി അവരെ നേരിടുന്നത് വർഗീയതയാണ്. എൻ്റെ ശരി മാത്രമേ ഇവിടെ നടപ്പിലാക്കാവൂ എന്ന് കരുതുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഭരണകൂടത്തെ സ്വാധീനിക്കുകയും താൻ ഇച്ഛിച്ചതല്ലാത്ത മറ്റൊരാൾ ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് പശുവിൻ്റെ മാംസം തിന്നാൻ പറ്റില്ല, പക്ഷെ വേറൊരാൾ തിന്നുണ്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് തിന്നട്ടെ എന്ന് വിചാരിക്കാതെ അയാളെ കൊല്ലാനും തല്ലാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനും ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ വീടും വസ്തുക്കളും ബുൾഡോസർ എന്ന് വെച്ച് തകർക്കാനും ശ്രമിക്കുന്നതാണ് വർഗീയത. പശുമാംസം തിന്നരുത് എന്നൊരാൾ വിശ്വസിച്ചു, അതാണ് ശരിയെന്ന് ഒരാൾ വിശ്വസിച്ചു, അത് വർഗീയതയേ അല്ല. അയാളുടെ ഇഷ്ടമായി പോകുന്നു. പക്ഷെ തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ ജീവിക്കാൻ ഞാൻ വിടൂല എന്ന് കരുതിയിട്ട് പ്രവർത്തിക്കുന്നതാണ് വർഗീയത. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാം ശരിയാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇപ്പൊ സ്വർഗസ്ഥനാം ഗാന്ധിജി എന്ന വിഷയത്തിൽ പുസ്തകം എഴുതിയിട്ട് ഇസ്ലാമിൻ്റെ വ്യക്തമായ ദർശനങ്ങളെ മൊത്തം അപഹസിക്കുന്ന ആ മനുഷ്യന് രാഷ്ട്രീയപരമായി അയാൾ നിലകൊള്ളുന്ന റൂട്ടല്ലാതെ മറ്റൊന്നും ശരിയാണെന്ന് അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. മതത്തിന്റെ വിഷയത്തിനാണ് ഈ അഴകുഴമ്പൻ എല്ലാവരും ഒക്കെ റെഡി എന്ന് പറയുന്നത്. മതത്തിന്റെ വിഷയത്തിനാണ് ഒക്കെ റെഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നിലപാടിൽ താൻ വിശ്വസിക്കുന്നതും താൻ നിലകൊള്ളുന്നതും മാത്രമാണ് ശരിയെന്ന് അദ്ദേഹം പറയുന്നു. മറ്റുള്ള എതിർ രാഷ്ട്രീയ ശബ്ദങ്ങളെ അദ്ദേഹം വത്സിക്കുന്നു, എതിർക്കുന്നു, ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അത് മാത്രമാണ് ശരിയെന്ന് മൂപ്പർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ക്യാപിറ്റലിസം അനുസരിച്ച് കമ്മ്യൂണിസം ശരിയാണോ? കമ്മ്യൂണിസം അനുസരിച്ച് ക്യാപിറ്റലിസം ശരിയാണോ? രണ്ടും അനുസരിച്ച് സോഷ്യലിസം ശരിയാണോ? ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റിന് അഭിപ്രായമില്ല അവൻ്റെ എതിരായിട്ടുള്ള ആദർശങ്ങൾ ശരിയാണെന്ന്. ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ആൾക്ക് അഭിപ്രായമില്ല കമ്മ്യൂണിസമോ മറ്റു ദർശനങ്ങളോ ശരിയാണെന്ന്. എല്ലാവരും അവൻ്റെത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നു. ഇനി മതപരമായി ആലോചിച്ചാലോ? പരിശുദ്ധ ഇസ്ലാം മൗലികത നിലനിർത്തുന്നത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാം മാത്രം ശരിയെന്നത് മുഅ്മിനീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥ ആലോചിച്ചാലോ? ക്രൈസ്തവ മതം അംഗീകരിക്കുന്ന ദൈവം, യഹോവയാം ദൈവവും പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും ചേർന്ന ആ മുക്കൂട്ട് തൃത്വ ദൈവമല്ലാത്ത മറ്റൊന്ന് ശരിയാന്ന് ക്രൈസ്തവർക്ക് വാദമുണ്ടോ? അവരാരെങ്കിലും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കലോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലോ ഉണ്ടോ? ഇല്ല. ഇനി സനാതന ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഹൈന്ദവാദർശം, അത് അംഗീകരിക്കണോല് ശരിയെന്നല്ല അവർ പറയാ.
അവരാരെങ്കിലും ഹജ്ജിന് പോവോ? അവരാരെങ്കിലും ജുമഅക്ക് വരുമോ? അവരാരെങ്കിലും വേറെ ഏതെങ്കിലും ഇസ്ലാമിക സംസ്കൃതിയെ പിന്തുടരുമോ? ആരാധനകൾ നിർവഹിക്കുമോ? ഇല്ലേ ഇല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ, ഹൈന്ദവനല്ലാത്തൊരു മനുഷ്യൻ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ പുണ്യാഹം നടത്തണം. ഈ മനുഷ്യന്റെ ആദർശം, ഈ മനുഷ്യനാകുന്ന വ്യക്തിത്വം അത് ശരിയാണ്, അത് ശുദ്ധമാണ് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പശുവിൻ്റെ ചാണകവും മൂത്രമൊക്കെ കലക്കിയിട്ട് തെളിച്ച് അദ്ദേഹം പ്രത്യേക പൂജകൾ നടത്തിയിട്ട് അദ്ദേഹം പ്രവേശിച്ചു പോയ സ്ഥലം ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് അവരുടെ വിശ്വാസമാണ്. നമ്മളതിനെ ചോദ്യം ചെയ്യാനല്ല പറയണത്. അവർക്ക് ഈ വിശ്വാസം പാടില്ലെന്നല്ല പറയുന്നത്. ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഒരു ഹിന്ദു കയറിയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കരുതെന്ന് പറയല്ല. അത് അവരുടെ വിശ്വാസം, അവരുടെ പ്രവൃത്തി, അവരുടെ കർമ്മശാസ്ത്രം, അതനുസരിച്ച് മുന്നോട്ട് പോകണം. പക്ഷെ മറ്റൊരാൾ ശരിയാണ്, എൻ്റെതും ശരിയാണ്, അതും ശരിയാണ് എന്ന വിശ്വാസം എവിടെയുള്ളത്? അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചെല്ലുക. ജാതീയത വളരെയേറെ ഇന്ത്യയെ പിറകോട്ടടിപ്പിച്ച ഒരു മതദർശനമായിരുന്നു. ഈ ജാതീയമായ ശ്രേണി, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ ശ്രേണി കൃത്യമായി പാലിക്കണം എന്ന് ഇപ്പോഴും കഠിനമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരില്ലേ? ഇനി അവരുടെ ദർശനങ്ങളാവുന്ന ഷഡ്ദർശനങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുക. ന്യായം, സാഖ്യം, മീമാംസ, പതഞ്ജലി നിർമ്മിച്ചതായ ഈ യോഗം ഒക്കെ തുടങ്ങിയ ഷഡ്ദർശനങ്ങൾ. അതിൻ്റെ ഏറ്റവും അവസാനത്തേതാണ് വേദാന്തം. ഈ വേദാന്തത്തിൽ 5 ദർശനങ്ങളുണ്ട്. ഈ 5 ദർശനങ്ങളിൽ ഒന്ന് വിശ്വസിക്കുന്നവരുത്താൻ മറ്റൊന്ന് ശരിയാന്ന് വിശ്വസിക്കുന്നേയില്ല. അത് വിശദീകരിച്ച് പറയേണ്ട ഒരു ഭാഗമാണ്. വേദാന്തത്തിൽ 5 ദർശനങ്ങളുണ്ട്. ഒന്ന് ശ്രീ ശങ്കരന്റെ അദ്വൈതം. ഒരദ്വൈതവാദിക്ക് ഇതിന് വിരുദ്ധമായി രൂപപ്പെട്ട മറ്റ് 4 ദർശനങ്ങളും ശരിയാന്ന അഭിപ്രായമേ ഇല്ല. ശ്രീശങ്കരന്റെ അദ്വൈതത്തിനെ എതിർത്തുകൊണ്ടാണ് രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം വന്നത്. അതനുസരിച്ച് അദ്വൈതം ശരിയല്ല, അദ്വൈതം അനുസരിച്ച് വിശിഷ്ടാദ്വൈതവും ശരിയല്ല. പിന്നെ ഓരോന്നും, നിംബാർക്കന്റെ ദ്വൈതം, വല്ലഭന്റെ ശുദ്ധാദ്വൈതം, മാധ്വന്റെ ദ്വൈതം, നിംബാർക്കന്റെ ദ്വൈത്വാദ്വൈതം, ഇതൊന്നും വിശ്വസിക്കുന്ന ഒരുത്തന് മറ്റൊന്ന് ശരിയാണെന്ന അഭിപ്രായമേ ഇല്ല. സർവമത സത്യവാദത്തിന്റെ വക്താവായി ലോകത്തറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന്റെ ഷിക്കാഗോ പ്രസംഗമൊക്കെ നമ്മൾ പലവട്ടം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈതത്തോട് യോജിച്ചു വരുന്നിടത്തോളം ശരി എന്നേ അഭിപ്രായമുള്ളൂ എന്ന് വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ദാമോദരന്റെ ഭാരതീയ ചിന്ത നമുക്ക് വായിക്കാം. എല്ലാം ശരിയാണ് എന്ന് ആർക്കും അതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതല്ല വർഗീയത. പിന്നെന്താ വർഗീയത? എൻ്റെ ശരി മാത്രമേ ഇവിടെ നിലനിൽക്കാവൂ, എൻ്റെ ശരിക്കും അനുസരിച്ച് മാത്രമേ ലോകം സഞ്ചരിക്കാവൂ, അതല്ലാത്തതിനൊക്കെ ഞാൻ അങ്ങോട്ട് നിശേഷമില്ലാതെയാക്കും എന്ന് പറയുന്നതാണ് വർഗീയത. അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് നമ്മളും പൂജ നടത്തുക, പള്ളിയിലേക്ക് വന്നിട്ട് അവരും ജുമഴക്കൊക്കെ കൂടുക, ചർച്ചിൽ പോയിട്ട് നമ്മളെല്ലാവരും കുർബാനക്ക് കൂടുക, അങ്ങനെ എല്ലാത്തിനും എല്ലാവരും പങ്കെടുക്കുക എന്ന് പറയുന്നതല്ല മതസൗഹാർദ്ദം. എല്ലാ മതത്തിനും ജീവിക്കാനും നിലകൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം പരസ്പരം അനുവദിച്ചു കൊടുക്കലാണ് മതേതരത്വം. അല്ലെങ്കിൽ മതേതരത്വം അല്ലല്ലോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം, മതനിരപേക്ഷതയാണ്. ഒരു മതത്തിനോട് പ്രത്യേകമായ താല്പര്യമോ വെറുപ്പോ ഇല്ലാതെ ഗവൺമെന്റ് നിലകൊള്ളണം, അതാണ് മതേതരത്വം. അതല്ലാതെ എല്ലാം ശരിയാന്ന് വിശ്വസിച്ചാലേ ലോകത്തെല്ലാ പ്രശ്നം തീരുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ അന്ധവിശ്വാസമാണ്. അതാരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയേയില്ല. രാഷ്ട്രീയപരമായി നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിസം മുതൽ അത് വിശ്വസിക്കുന്ന ഒരാൾക്കും മറ്റൊന്ന് ശരിയാണെന്ന് വാദമേ ഇല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ സമീപനം എന്താണ്? സൂറത്തുൽ ബഖറയുടെ 256-ാമത്തെ വചനം, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചാരെയും പ്രവേശിപ്പിക്കുകയില്ല. പിന്നെ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയും സത്യസന്ധതയും വൃത്തിയും മറ്റ് ദർശനങ്ങളും വ്യക്തമായിട്ടുണ്ട്. മിനൽ ഗയ്യ്, തെറ്റായ മറ്റാദർശങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായി നിൽക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പ്രവേശിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നതാണ്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഒക്കെ അത് റിവായത്ത് ചെയ്യുന്നു. ഇമാം സുയൂത്തിയുടെ ജാമി സഗീറിൽ കാണാം. സ്വഹീഹാണെന്ന് നിരൂപണ ശാസ്ത്ര വിദഗ്ധരൊക്കെ ഒന്നിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ലൈസ മിന്നാ മൻ ദആ ഇലൽ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല.
ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരും നമ്മിൽപ്പെട്ടവരല്ല. ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ട് മരണപ്പെടുന്നവരും നമ്മിൽപ്പെട്ടവരെയല്ല. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. എല്ലാം ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് എന്നും പറയാം, എന്നിട്ട് അവരിഷ്ടപ്പെട്ട പോലെ അന്യ മത വിദ്വേഷവും ഹിംസയും നടത്തിക്കൊണ്ടിരിക്കുക. ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പറയുന്നു, ഈ വർഗീയത എന്ന് പറയുന്ന മറ്റൊരുത്തനെ ജീവിക്കാൻ അനുവദിക്കാത്ത, അവന്റെ ആദർശം പിന്തുടരാൻ സമ്മതിക്കാത്ത രീതി ഒരിക്കലും സമ്മതമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്ന സമയത്ത് പോലും അവിടുത്തെ അയൽവാസി ജൂതനായിരുന്നു. റസൂലുള്ളാഹി സർവപ്രതാപത്തിലും വിരാജിക്കുന്ന സമയം, അവിടുത്തെ ശത്രുക്കളെല്ലാം അവിടുത്തെ പാദപീഠമായ സന്ദർഭം, ഒരാൾക്കും നബിക്കെതിരെ ഒരക്ഷരം മുരിയാടാൻ കഴിയാത്ത വിധം അവിടുന്ന് അധികാരസ്ഥനായിരിക്കുന്ന ആ നിമിഷം, അപ്പോഴും അയൽവാസി ജൂതനായിരുന്നു. അവർ തമ്മിൽ ആദാന പ്രധാനങ്ങൾ ഉണ്ടായിരുന്നു, കൊടുക്കലും വാങ്ങലും ഉണ്ടായിരുന്നു. അയാൾക്ക് അയാളുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സമ്മതം ഉണ്ടായിരുന്നു. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. പിന്നെ ഇസ്ലാം മാത്രം ശരി എന്നുള്ള വസ്തുത സമൂഹത്തോട് പറയാൻ ഇസ്ലാമിന് അല്ലെങ്കിൽ മറ്റു മതക്കാർക്ക് അധികാരമല്ലേ? ഉണ്ട്. നമ്മുടെ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ അതാണ് പറയണത്. മതസ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മാഗസിനുകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മുടെ ആർട്ടിക്കിൾ പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ ഭരണഘടന പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം മാത്രം ശരിയെന്നത് ഇസ്ലാമിലൊരു നയമാണ്. അതും പ്രചരിപ്പിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് സമ്മതം തരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരുത്തന് വിദ്വേഷത്തിനാവരുത്, അവനെ തകർക്കാനാവരുത്, അവൻ്റെ ആദർശം അംഗീകരിക്കാതെ ആവരുത്. ഇതാണ് പരമപ്രധാനം. പിന്നെ സകലകുലാബി സർവമത സത്യവാദക്കാരൊക്കെ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില ആയത്തുകളുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബഖറയുടെ 62-ാമത്തെ വചനം, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതാണ് നമ്മുടെ MLA-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. എന്താ ഈ ആയത്ത് പറയണത്? ഇന്നല്ലദീന ആമനു സത്യവിശ്വാസികൾ, വല്ലദീന ഹാദു യഹൂദികളും, വന്നസാറ ക്രിസ്ത്യാനികളും, വസ്സാബിഈൻ സാബി മതക്കാരും. അവരഞ്ചോത്തൊക്കെ നിസ്കരിക്കാറുണ്ടായിരുന്നു, യമനിലൊക്കെയാണ് തിരിയല് എന്നൊക്കെ പറയാറുണ്ട്, തഫ്സീറുകളിലൊക്കെ കാണാം. അതൊരു മതമാണെന്ന് മനസ്സിലാക്കുക തൽക്കാലം, അവരെ വിശദീകരിക്കൽ നമുക്ക് ലക്ഷ്യമല്ല. ആ മതക്കാരും മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെ വിശ്വസിക്കുകയും പരലോകത്തെയും വിശ്വസിക്കുകയും ചെയ്താൽ, വഅമില സ്വാലിഹൻ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ സമീപം അവർക്ക് അവരുടേതായ പ്രതിഫലം കിട്ടും. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടി വരില്ല, അവർക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. സമാനമായ ആയത്ത് സൂറത്തുൽ മാഇദയുടെ 69-ാമത്തെ വചനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലദീന ആമനു സത്യവിശ്വാസികൾ, വല്ലദീന ഹാദു യഹൂദികൾ, വന്നസാറ നസാറാക്കൾ, വസ്സാബിഈൻ സാബി മതക്കാർ. അൽ ബഖറയുടെ ആയത്ത് ഇങ്ങനെയാണ്. സാബി ഊന എന്നാണ് മാഇദയിൽ പറയുന്നത്. അതൊന്നും ഈ വേദിയിൽ വിശദീകരിക്കേണ്ടതല്ല. ഇവർക്ക് എല്ലാവർക്കും യാതൊരു പേടിയില്ല, അവരുടെ പ്രതിഫലം അവർക്ക് കിട്ടും എന്നാണ് നമ്മുടെ ഈ സർവമത സത്യവാദികളൊക്കെ ഈ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. സത്യത്തിൽ ഇന്നല്ലദീന ആമനു സത്യവിശ്വാസികൾ, വല്ലദീന ഹാദു യഹൂദികൾ, വന്നസ്വാറ നസാറാക്കൾ, വസ്സാബിഈൻ സാബി മതക്കാർ. അതായത് അവരിൽ നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച ആളുകൾ, പരലോകത്തെ അംഗീകരിച്ച ആളുകൾ. ഇതാണ് ഇസ്ലാം പറയുന്നത്. പൂർവികമായി ഏതെങ്കിലും ഒരു മതം പിന്തുടർന്നു വന്നു ഒരാൾ, അയാൾ നിത്യമായി നരകത്തിലെന്ന് ഇസ്ലാമിന് വാദമേ ഇല്ല. സ്രഷ്ടാവിനെ അവർ തിരിച്ചറിഞ്ഞു, പ്രവാചകരാവുന്ന മുഹമ്മദ് റസൂൽ തങ്ങളെ തിരിച്ചറിഞ്ഞു, അവര് ആഖിറത്തിനെ വിശ്വസിച്ചു. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ ദർശനങ്ങളൊക്കെ അവർ പിന്തുടർന്നു. ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടതില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ടെൻഷൻ അടിക്കണ്ട. വലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ പ്രതിഫലം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. അറബി ഗ്രാമർ അനുസരിച്ച് കുല്ലിൽ നിന്നുള്ള കുല്ല് ബദൽ എന്നൊക്കെ പറയുന്ന സംവിധാനമാണ് മന്നാമന എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കുല്ലിൽ നിന്നുള്ള ബഅ്ളു ബദൽ, ആ രീതിയിലും അതിനെ കുറച്ചുകൂടെ മനോഹരമായി വിശദീകരിക്കാൻ പറ്റും. അതായത് യഹൂദികളാവട്ടെ, നസാറാക്കളാവട്ടെ, സാബികളാവട്ടെ, മറ്റേത് മതക്കാരാവട്ടെ,
അവരിൽ നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും വിശ്വസിച്ച ആളുകൾക്ക് യാതൊരു പേടിയില്ല. അല്ലാതെ ഈ ടീം മൊത്തം പേടിക്കാതെ സ്വർഗത്തിലെത്തുന്നവനാണ് എന്നല്ലേ അല്ല. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ നാട്ടുകാരെ കുറിച്ച് ഒരു ദിവസം അള്ളാന്റെ റസൂലിനോട് ഇങ്ങനെ സംസാരിച്ചു. കാനു യസൂമൂൻ വയസല്ലൂൻ വയുമിനൂന ബിക് വയഷ്ഹദൂന അന്നക സതുബ്അസു നബിയൻ. സൽമാൻ ഫാരിസി പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ നാട്ടുകാരുണ്ട്, അവർ നോമ്പെടുക്കാറുണ്ട്, അവർ നിസ്കരിക്കാറുണ്ട്, അവർ അങ്ങേ വിശ്വസിക്കുന്നു, അവർ സാക്ഷ്യം വഹിക്കുന്നു, അങ്ങ് പിന്നീട് നബിയായിട്ട് നിയോഗിതനാവുമെന്ന് അവർ സാക്ഷ്യം വഹിക്കുന്നു. ഫലമ്മാ ഫറഗ സലമാനു മിൻ സനാഇഹി അലൈഹിം. അള്ളാഹുവിൻ്റെ റസൂലിനോട് തൻ്റെ കൂട്ടുകുടുംബത്തെയും നാട്ടുകാരെയും തൻ്റെ പഴയ ആദർശക്കാരെയും സൽമാൻ ഫാരിസി നന്നായിട്ട് വിശദീകരിച്ച് അവരെ സ്തുതിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, യാ സൽമാൻ ഹും മിൻ അഹ്ലിന്നാർ. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അങ്ങ് നിയോഗിതനാവുമെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ നാട്ടുകാർ നല്ല കുട്ടികളാണെന്നൊക്കെ സൽമാൻ ഫാരിസി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ഒരൊറ്റ വാക്കിൽ അതിന് മറുപടി പറയുന്നു, യാ സൽമാൻ ഹും മിൻ അഹ്ലിന്നാർ. അവർ നരകക്കാരാണ് സൽമാനെ. ഫസ്തദ്ദാലിക അലാ സൽമാൻ. സൽമാൻ ഫാരിസിക്ക് അത് വല്ലാത്ത വിഷമായി. ഫൻസലല്ലാഹു ഹാദിഹിൽ ആയ. അപ്പോൾ അല്ലാഹു ഈ ആയത്തിറക്കി. ഫകാന ഈമാനുൽ യഹൂദ്. യഹൂദികളുടെ ഈമാൻ എന്തായിരുന്നു? മൂസാ നബിയെ അവർ വിശ്വസിക്കണം, മൂസാ നബിയുടെ തൗറാത്തിനെയും വിശ്വസിക്കണം, ഈസാ നബി വരുവോളം. ഈസാ നബി വന്നാലോ പിന്നെ ഈസാ നബിനെയും ഇഞ്ചീലിനെയും വിശ്വസിക്കണം. അവിടെ യഹൂദികൾക്ക് തെറ്റുപറ്റി. അവർ ഈസാ നബി ജാരപുത്രനാണെന്ന് പറഞ്ഞു. ഈസാ നബിയുടെ ഉമ്മയാകുന്ന മറിയം ബീവി വ്യഭിചാരിയാണെന്ന് അവർ പറഞ്ഞു. ഈസാ നബിനെ അവർ വിശ്വസിച്ചില്ല. ഹദീസിന്റെ ബാക്കിയിലുണ്ട്. നസാറാക്കളുടെ വിശ്വാസം എന്തായിരുന്നു? അവർ ഈസാ നബിനെ വിശ്വസിച്ചു, ഈസാ നബിയോടൊപ്പം അവതീർണമായ ഇഞ്ചീലിനെ വിശ്വസിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ നിയോഗിതനായപ്പോൾ ഹബീബായ നബി തങ്ങൾ അവർ നിഷേധിച്ചു. അതോടുകൂടെ അവരും ഈ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പോ എന്തൊക്കെയോ നിസ്കാരമുണ്ട്, ഏതൊക്കെയോ രീതിയിലുള്ള നോമ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ റസൂലുള്ളാഹി നിയോഗിതനായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞു, ലമാ വസിഅഹു ഇല്ലാ ഇല്ലത്തിബാഇ ലൗ കാന മൂസാ ഹയ്യൻ. മൂസാ നബി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ലമാ വസിഅഹു ഇല്ലത്തിബാഇ, എന്നെ പിന്തുടരുക എന്നതല്ലാതെ മൂപ്പർക്ക് ഒരു സാധ്യതയില്ല. അത് മൂസാ നബിന്റെ മാത്രം വിഷയമല്ല. ഈസാ നബി ജീവിക്കുകയാണെങ്കിൽ, ഈസാ നബി വരുന്നു, മൂസാ നബിയുടെ അനുയായികളുണ്ട്, അവർക്ക് ഈസാ നബിനെ വിശ്വസിക്കണം. ലാ അനുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഒരു പ്രവാചകരുടെയും ഇടയിൽ നമുക്ക് വേർതിരിവ് പാടില്ല. എല്ലാവരെയും വിശ്വസിക്കണം, എല്ലാവരെയും വിശ്വസിക്കണം. ഇവിടെ യഹൂദികൾക്ക് പാളിച്ച വന്നു. സൽമാൻ ഫാരിസിക്ക് മുത്തറസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ താങ്കളുടെ നാട്ടുകാർക്ക് പാളിച്ച വന്നു. ഇനി അവരുടെ പഴയ ആദർശം വയ്ക്കാൻ പാടില്ല. ഞാനാകുന്ന അവസാന പ്രയോജകൻ നിയോഗിതനായി, ഇനി എന്നെയാണ് വിശ്വസിക്കേണ്ടത്. അവിടെ നിങ്ങളുടെ ആളുകൾക്ക് തെറ്റുപറ്റി എന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ ആയത്ത് പറയണത് എന്താ? യഹൂദികളാവട്ടെ, നസാറാക്കളാവട്ടെ, സാബികളാവട്ടെ, വേറെ ഏത് ടീമാവട്ടെ, അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും വിശ്വസിച്ചാൽ അവർക്ക് വിജയം നേടാനാകും, അല്ലെങ്കിൽ അവർ പരാജയത്തിൽ തന്നെയാകും. പരിശുദ്ധ ഖുർആനിൽ യഹൂദികളെ കുറിച്ച് എത്ര ആയത്തുണ്ട്, നസാറാക്കളെ കുറിച്ച് എത്ര ആയത്തുണ്ട്, കാഫിരീങ്ങളെയും മുനാഫിഖീങ്ങളെയും കുറിച്ച് എത്ര ആയത്തുണ്ട്. ഇതെല്ലാം ഒറ്റടിക്ക് കണ്ണടച്ചിട്ട് വേണം ഈ ഒരായത്തനുസരിച്ച് ഇവരൊക്കെ ശരിയാണെന്നും സ്വർഗത്തിലാണെന്നും പറയാൻ. മുസ്തഫ മൗലവിക്ക് മാത്രമല്ല ഈ വാദമുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന MLA-ക്ക് മാത്രമല്ല ഈ വാദമുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ മടവൂർ വിഭാഗം അവരുടെ ശബാബിൽ ഈ ആദർശം വെച്ച് ലേഖനം എഴുതിയിരുന്നു. അവർ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ ഒരായത്ത് തന്നെയായിരുന്നു. വസ്തുത എന്താണ്? ജൂതരാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, മറ്റേത് മതക്കാരാവട്ടെ, അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചാൽ അവർ സ്വർഗത്തിലേക്ക് പോകും. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ കുറെ ആയത്തുകൾ എന്ത് ചെയ്യാൻ പറ്റും? സൂറത്ത് നിസായിലെ 140-ാമത്തെ ആയത്ത്, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമഅ്തും ആയാത്തില്ലാഹി യക്ഫുറു ബിഹാ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കേട്ടാൽ അത് കളവാക്കുന്ന ആളുകൾ, വയസ്തൗസു ബിഹ, പരിഹസിക്കുന്ന ആളുകൾ, ഫലാ തഖുദു മഅഹും, അവരോടൊപ്പം സൗഹൃദപരമായി ഇരുന്നു പോകരുത്, ഹത്താ യഖൂലു ഫി ഹദീസിൻ ഗൈരി, ഈ വർത്താനൊക്കെ മാറ്റിയിട്ട് അവർ വേറെന്തെങ്കിലും വർത്താനം പറയുകയാണെങ്കിൽ ഓരൊപ്പം ഇരിക്കുക. അല്ലാതെ റസൂലിനെയും കിതാബിനെയും ഇസ്ലാമിനെയും കുറ്റം പറയുന്നവരോടൊപ്പം ഇരിക്കാൻ പോലും പാടില്ല.
വേറെ ഏതെങ്കിലും നല്ല വർത്താനം പറയുകയാണെങ്കിൽ, രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, സ്പോർട്സ് പറയുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഇരുന്നോളൂ. ഇസ്ലാമിനെ കുറ്റം പറയുന്നിടത്ത് ഇരിക്കാൻ പാടില്ല. ഇന്നക്കും ഇദാ മസലുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീആ. ഇന്നല്ലാഹ പടച്ച റബ്ബ് ജാമിഉൽ മുനാഫിഖീൻ കപടവിശ്വാസികളെ, വൽ കാഫിരീൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധതയും പരിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലായിട്ടും പരിശുദ്ധമായ ഇസ്ലാമിനെ സ്വീകരിക്കാതെ നടക്കുന്ന ആളുകൾ, അവരെ അല്ലേ, ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീൻ കപടവിശ്വാസികളെയും സത്യനിഷേധികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഫീ ജഹന്നമ ജമീഅ, നരകത്തിൽ മൊത്തത്തിൽ അവർ ഒരുമിച്ച് കൂട്ടും. ഈ ആയത്ത് എന്താണ് കാട്ടുക? ഈ ആയത്ത് നമ്മൾ എന്താ കാണിക്കുക? സൂറത്തുൻ നിസായിലെ 140-ാമത്തെ ആയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള സമാനമായ ആയത്തുകൾ കുറേ ഏറുണ്ട്. വൈദാ വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന അന്നഫീദൂ അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. സൂറത്തുൽ അറാഫ് 50-ാമത്തെ വാക്യം. സ്വർഗവും നരകവും സംവിധാനിക്കപ്പെടും. മുഅ്മിനീങ്ങളാകുന്ന ആളുകളൊക്കെ സ്വർഗത്തിൽ പോകും. കാഫിരീങ്ങളാവുന്ന നമ്മൾ ഈ പറയുന്ന ടീമൊക്കെ നരകത്തിലും പോകും. നരകത്തിലെ ആളുകൾ സ്വർഗത്തിലെ ആളുകളുടെ പ്രതാപവും ഐശ്വര്യവും അവർക്ക് ലഭ്യമാകുന്ന നിയമത്തുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൽ നിന്ന് ഇത്തിരി കിട്ടാൻ ആഗ്രഹിച്ചു പോകും. സ്വാഭാവികം. അവർ സ്വർഗക്കാരോട് വിളിച്ചു പറയും, നാദാ അസ്ഹാബുന്നാർ, നരകക്കാർ വിളിച്ചു പറയും അസ്ഹാബൽ ജന്ന, സ്വർഗക്കാരോട്, അന്നഫീദു അലൈനാ മിനൽ മാ, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു തരാമോ, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിവിധങ്ങളായ വിഭവങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് ഇത്തിരി തരാമോ എന്നവരിങ്ങനെ വിളിച്ചു പറയുമ്പോ ഖാലൂ, സ്വർഗക്കാര് പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് അള്ളാഹു ഇത് ഹറാമാക്കിയതാണ്. നമ്മൾ പുസ്തകം എഴുതിയിട്ട് ആരെങ്കിലും സ്വർഗത്തിലേക്ക് ഉന്തിക്കയറ്റാൻ ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല. സത്യനിഷേധികൾക്ക് അള്ളാഹു ഇത് ഹറാമാക്കിയിട്ടുണ്ട്. സത്യനിഷേധികൾക്ക് അള്ളാഹു ഇത് ഹറാമാക്കിയിട്ടുണ്ട്. സത്യനിഷേധികളെ ചുറ്റിപ്പൊതിഞ്ഞ് നിരങ്ങി നിൽക്കുന്നുവെന്ന് സൂറത്ത് അങ്കബൂത്തിന്റെ 54-ാമത്തെ വാക്യത്തിൽ കാണാം. കാര്യം വ്യക്തമാണ്. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ, എന്താ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, അതുകൂടെ നമ്മൾ പരിശോധിക്കണം. കാരണം സ്വർഗം ആർക്കാണെന്ന് അള്ളാഹു വിശദീകരിച്ച് പറയുന്നുണ്ട്. സൂറത്തു താഹയുടെ 75-ാമത്തെ വചനം, സൂറത്തു അൽ ബഖറയുടെ 82-ാമത്തെ വാക്യം, സൂറത്തുൽ ഇസ്രാഇന്റെ 17-ാമത് വചനം, സൂറത്തുൽ അസ്ർ മുഴുവനായിട്ട് പരിശോധിക്കാം. നിരവധിയായ ഖുർആൻ വചനങ്ങളിൽ ഹദീസ് സ്വീകരിക്കൂല എന്നറിയുന്ന ആളുകൾക്കും ഉൾക്കൊള്ളാൻ മാത്രം ഇഷ്ടം പോലെ ഖുർആൻ വചനങ്ങളിൽ ആർക്കാണ് സ്വർഗമെന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെ സമീപിച്ചു, മുഅ്മിനൻ, വിശ്വാസിയായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെ സമീപിക്കുന്നു മുഅ്മിനൻ, വിശ്വാസിയായിട്ട്, ഖദ് അമില സ്വാലിഹാത്ത്, അദ്ദേഹം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് കണ്ടീഷൻ. മുഅ്മിനാവണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. എങ്കിൽ ഫലഹും ദറജാത്തുൽ ഉലാ, അവർക്ക് അത്യുന്നതമായ സ്ഥാനമുണ്ട്. ജന്നാത്തു അദ്നിൻ, ജന്നാത്തു അദ്നിൻ, അവർ നിത്യതയുടെ സ്വർഗത്തിലായിരിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക ജസാഉ മൻ തസക്ക. അരുവികൾ ഒഴുകുന്ന, മറ്റു വിഭവങ്ങളുള്ള, ആഗ്രഹിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യമായി വസിക്കുകയും ചെയ്യും. ദാലിക ജസാഉ മൻ തസക്ക, ആത്മസംസ്കരണം നടത്തിയവർക്കുള്ള പ്രതിഫലം ഇതാകുന്നു. ഈമാൻ ഉണ്ടാവണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, മതം പഠിപ്പിച്ച ധാർമ്മിക മൂല്യങ്ങൾക്കൊപ്പം ചേർന്ന് നിലകൊള്ളണം, വിശുദ്ധമായി ജീവിക്കണം. അവന്റെ ഹൃദയം ആരോടും വിദ്വേഷമില്ലാതെ വിശാലമാകണം. ഫദാലിക ജസാഉ മൻ തസക്ക, ആത്മാവിനെ സംസ്കരിച്ചവർക്ക് ലഭ്യമാവാനുള്ള പ്രധാനപ്പെട്ട ഒരു സൗകര്യം, ഒരു സന്തോഷം ഇതാണെന്ന് അള്ളാഹു വിശദീകരിക്കുന്നു. വേദം നിർമ്മിക്കുകയും എഴുതിണ്ടാക്കുകയും എന്നിട്ടത് ദൈവികമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ പറ്റും, ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം,
അവരവരുടെ കരങ്ങൾ കൊണ്ട് കുറേ പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കുന്നു. സുമ്മ യഖൂലു ഹാദാ മിൻ ഇൻദില്ലാ, ഇത് ദൈവികമാണെന്ന് അവർ അവകാശപ്പെടുന്നു. ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ, വളരെ നിസ്സാരമായ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടാൻ വേണ്ടി. എന്നാ പറയണേ, ഫവൈലുൽ ലഹും മിമ്മാ കതബത് അയ്ദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവരുടെ പ്രവർത്തന ഫലമായി അള്ളാഹുവിൻ്റെ പേരിൽ വേണ്ടാത്തതൊക്കെ എഴുതിണ്ടാക്കിയതിൻ്റെ ഫലമായി അവർക്ക് വൈലെന്ന നരകത്തിൻ്റെ അഗാധമായ ഗർത്തം ലഭ്യമാണ്. ഇത് പറഞ്ഞിട്ട് സൂറത്തു അൽ ബഖറയുടെ 79-ാമത്തെ പേജിൽ ഇത് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ വഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി നരകത്ത് പോയാൽ തന്നെ കുറച്ച് സമയമേ നരകത്തുണ്ടാവുള്ളൂ. കുൽ നബിയെ പറയുക, ഇത്തഖതും ഇൻദല്ലാഹി അഹദാ, അള്ളാഹു നിങ്ങൾക്ക് അങ്ങനെ വല്ല കരാറും തന്നിട്ടുണ്ടോ? ഫല യുഖ്ലിഫല്ലാഹു വഅദ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതോ അറിയാത്തത് ഓരോന്ന് അള്ളാഹുവിൻ്റെ മേലിൽ നിങ്ങൾ പറയുകയല്ലേ? എന്നിട്ട് സ്വർഗത്ത് പോകുന്നവർ അള്ളാഹു വിശദീകരിക്കുന്നു, ബലാമൻ കസബ സയ്യിഅത്തൻ വഹാത്തതു ബിഹി ഖത്തിഅത്തു, നരകക്കാരത് പൂർത്തിയായിട്ടില്ല, അടുത്തതാണ് സ്വർഗം. ബലാമൻ കസബ ഖത്തിഅത്തൻ, ആരെങ്കിലും വൃത്തികേട് ചെയ്തു, സയ്യിഅത്ത് ചെയ്തു, വഹാത്തതു ബിഹി ഖത്തിഅത്തുഹു, വൃത്തികേടിൽ അവൻ ജീവിച്ചു, അവനെ ചുറ്റിപ്പൊറ്റി അവൻ എല്ലാ അർത്ഥത്തിലുമുള്ള അധർമ്മങ്ങൾ ചെയ്തു, ഫൗലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നിത്യമായി നരകത്തിൽ പതിക്കും. എന്നിട്ട് വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ആരാ സ്വർഗത്തിൽ പോവുക? വല്ലദീനാമനു, യഥാർത്ഥ വിശ്വാസം കൈകൊണ്ടു, വഅമിലുസ് സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു, ഉലൈക അസ്ഹാബുൽ ജന്ന, ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗസ്ഥർ, ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യമായി വസിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിന്റെ അവസാന ഭാഗം, ലമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, സത്യവിശ്വാസം കൈകൊണ്ടു വല്ല ദുഷ്കർമ്മങ്ങളും ചെയ്തു പോയാൽ അള്ളാഹുവിനോട് പാപമോചനം തേടി, വഅമിലു സ്വാലിഹാത്തി, പിന്നെ നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധമാക്കി, അത്തരം ആളുകൾ സ്വർഗത്തിൽ കയറും, അവരുടെ മുൻ പാപങ്ങൾ പൊറുക്കും, അവർക്ക് എല്ലാവിധ സന്തോഷങ്ങളുടെയും പറുദീസയാകുന്ന സ്വർഗത്തിൽ സ്ഥാനം കിട്ടും. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ പ്രഖ്യാപനം. അപ്പൊ എന്താ വിശ്വാസം? ചില ആളുകൾ അവിടെയാണ് പിടിക്കുക, ഇവരൊക്കെ നല്ല വിശ്വസിച്ചിരിക്കുന്നു, ഇവരൊക്കെ നല്ല വിശ്വസിച്ചിരിക്കുന്നു, അപ്പോ ഇവര് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, പരലോകത്തെ വിശ്വസിക്കുന്നുണ്ട്, അത് മതിയോ? പോരാ. അത് മതിയോ? പോരാ. എന്താണ് ഈമാൻ എന്നത് നമ്മൾ പഠിക്കണം. എന്താണ് ഈമാൻ എന്നത് പഠിക്കണം. അല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് എന്താണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നുണ്ട്. മൻ ആമന ബില്ലാഹി വറസൂലിഹി, സൂറത്തുൻ നൂറിൽ അങ്ങനെയാണ് പ്രയോഗം. മൻ ആമന ബില്ലാഹി, അള്ളാഹുവിനെ വിശ്വസിച്ചു, വറസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനെയും വിശ്വസിച്ചു, അതാണ് മുഅ്മിൻ. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലേറുമെന്ന് പറയുന്ന മുഅ്മിൻ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചവനാ. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? അത്വസ്ദീഖു ബിജമീഇ മാ ഉലിമ മജീഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി, അള്ളാഹിന്റെ റസൂൽ കൊണ്ടുവന്നു എന്ന് വ്യക്തമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കണം. അപ്പൊ അതിൽ സ്വർഗം വരും, നരകം വരും, മഹ്ശർ വരും, സുറാത്ത് വരും, ഖബറിലെ ചോദ്യം വരും, ഉത്തരം വരും, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം, അസ്രായീൽ അലൈഹിസ്സലാം ഒന്ന് റൂഹ് കൊണ്ടുപോകുന്നതാണെന്ന് വിശ്വസിക്കേണ്ടി വരും. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ദൈവത്തെ വിശ്വസിച്ച മുഅ്മിനാവോ? അങ്ങനെയാണ് ചില ആളുകൾ പ്രമാണ വിരുദ്ധമായി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ എന്തിനാ ബദർ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഉഹദ്? എത്ര ദൈവങ്ങളെയായിരുന്നു റസൂലിന്റെ കാലത്തുള്ള മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും വിശ്വസിച്ചത്? പിന്നെ എന്തിനാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വിഷമങ്ങൾ സഹിച്ചത്? എന്തിനാ ശുഅബ് അബി ത്വാലിബിൽ അവിടുന്ന് 3 വർഷം പട്ടിണി കിടന്നത്? എന്തിനാണ് അവിടുത്തെ അനുയായികൾ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടത്? ഒക്കെ ശരിയാണ്. ദൈവത്തെ വിശ്വസിച്ചാൽ മതി, ഏതെങ്കിലും ഒരു രീതിയിൽ പരലോകത്തെയും വിശ്വസിച്ചാൽ മതി. ഇതിൽ ആർക്കും തർക്കല്ല. ദൈവവിശ്വാസികൾ പൊതുവെ, എൻ്റെ ചെറിയ അന്വേഷണത്തിൽ ഞാൻ പഠിച്ചിടത്തോളം ബുദ്ധമതത്തിൽ മാത്രമാണ് ദൈവത്തെക്കുറിച്ചുള്ള പരാമർശമില്ലാത്തത്. ബുദ്ധൻ അങ്ങനെ പഠിപ്പിച്ചോ ഇല്ലേ നമുക്കറിയില്ല. ലഭ്യമായ സ്രോതസ്സുകൾ പരിശോധിച്ചാൽ ബുദ്ധമതത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം 6 സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. മറ്റു മതങ്ങളെല്ലാം നമ്മളെ ഏത് മതങ്ങളും എടുത്തു നോക്കുക, ഏതെങ്കിലും ഒരു ദൈവത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒന്നിലധികം കോടാനക്കോടി 33 കോടി ദൈവങ്ങളെ കുറിച്ച് വരെ പറയുന്നവരുണ്ട്.
അപ്പൊ ആമന എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിച്ചു എന്നാണ് അർത്ഥമെങ്കിൽ, പലരും പരലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, നരകത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്വർഗേ ലോകേ എന്ന ഭയം കിഞ്ചനാസ്തി. ഋഗ്വേദത്തിൽ നമുക്ക് കാണാം സ്വർഗലോകത്ത് ഭയമില്ല. ന പുത്രത്വം ന ജരയാഭിഭേഷി. അവിടെ ആരും നരബാധിക്കൂല, അവിടെ ആർക്കും പ്രസവിക്കാൻ പറ്റൂല. ഏതോ ഒരു രീതിയിലുള്ള പരലോകത്തെ പലരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മമ്മികൾ തുറന്നു നോക്കുമ്പോൾ ഈജിപ്തിലെ ആളുകൾ ആ മമ്മികളോടൊപ്പം ഭക്ഷണം വെച്ചിട്ടുണ്ട്, ആഭരണങ്ങൾ വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം നിർമ്മിക്കാനുള്ള ധാന്യങ്ങൾ വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? വേറൊരു ജീവിതമുണ്ട്, അവിടെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് കരുതിയിട്ട് അവരിതൊക്കെ സംവിധാനിച്ചത്. അപ്പൊ ആമന മുഅ്മിന് എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു ദൈവത്തെ വിശ്വസിച്ചു, പരലോകത്തെയും വിശ്വസിച്ചു എന്നർത്ഥം പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് വ്യർത്ഥമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പ്രവാചകരായി നിയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് വരും. കാരണം എങ്ങനെ ഏത് രീതിയിൽ വിശ്വാസം വെച്ച് പുലർത്തിയാലും നന്നാകും, അവർ സ്വർഗം നേടും എന്ന് നമ്മൾ പറയേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ അതല്ല പറയണത്. മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് പ്രകാരം അള്ളാനെ വിശ്വസിക്കണം, പരലോകത്തെ വിശ്വസിക്കണം. സൂറത്ത് നൂറിലെ വചനം ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. അതിൽ പറയുന്നത് പ്രകാരം അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കണം. റസൂല് കൊണ്ടുവന്നതെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളണം. ഇതല്ലാത്ത ഒരാൾ മുഅ്മിൻ എന്ന് പറയാനേ പറ്റില്ല. ഇതനുസരിച്ച് ജീവിക്കുന്നവനാണ് മുഅ്മിൻ, അവനാണ് സ്വർഗം. അപ്പൊ ഗാന്ധിജിക്ക് സ്വർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഗാന്ധിജിക്ക് സ്വർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മദർ തെരേസയും AKGയും EMSഉം സ്വർഗത്തിലല്ലേ എന്ന് ചോദിച്ചാൽ, ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും സത്യസന്ധവും കറക്റ്റുമായ മറുപടി എനിക്കറിയില്ല എന്നാണ്. എന്തേ കാര്യം? ഒരു മനുഷ്യൻ എങ്ങനെ മരിച്ചു എന്നുള്ളത് നമ്മൾ നോക്കി നിന്നാൽ പോലും അറിയില്ല. എങ്ങനെ മരിച്ചത് നമുക്കറിയാൻ പറ്റൂല. അപ്പൊ ഗാന്ധിജിനെ പോലെയൊക്കെ ജീവിച്ചാൽ സ്വർഗം കിട്ടും? അവിടെ പ്രശ്നം എന്താ കാര്യം? സ്വർഗത്തിൽ പോവാനുള്ള മാർഗങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അങ്ങനെ ജീവിച്ചാൽ സ്വർഗം കിട്ടുന്നു പൊതുവെ പറയാ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി എടുത്തിട്ട് ഇയാൾ സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പേര് മുഹമ്മദ് എന്നാണെങ്കിലും പേര് മോഹൻദാസ് കരംചന്ദ് എന്നാണെങ്കിലും ഇയാൾ സ്വർഗത്തിലാണ് ഇയാൾ നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ച ആളാണെങ്കിൽ സ്വർഗത്തിലാവും. ഇപ്പൊ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരാൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ടോ? ഇല്ലേ. അത് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ പൊതുവെ ഒരു തീരുമാനത്തിലേക്ക് എത്താം. കൃത്യമായി ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയാൻ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ മനുഷ്യരിൽ അധികാരമുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ചില ആളുകൾ ജീവിച്ച് സ്വർഗവും അവരും തമ്മിൽ ഒരു മുഴം വ്യത്യാസം മാത്രം ഉണ്ടാകുമ്പോൾ നരകത്തിൽ കയറുന്ന പ്രവൃത്തി നിർവഹിക്കും, അങ്ങനെ നരകത്തിലേക്ക് എത്തും. നേരെ ഓപ്പോസിറ്റും റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ ജീവിച്ച് ഇസ്ലാം പാലിക്കാതെ വളർന്ന് അവസാനം അയാളുടെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രം അവശേഷിക്കെ അയാൾ സ്വർഗത്തിൽ പോകുന്ന വല്ല പ്രവൃത്തിയും നടത്തും, അയാൾ ഈമാൻ കൈക്കൊള്ളും, അങ്ങനെ അയാൾ സ്വർഗത്തിൽ പോകും. അപ്പൊ ഒരു മനുഷ്യൻ മരിച്ചൊരു മനുഷ്യനെ കുറിച്ച് അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എനിക്കറിയില്ല. പിന്നെ അയാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിൽ നരകത്തിൽ പോവാനും പോവും. ഇതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുക, സ്വർഗം ആർക്കാ കൊടുക്കുക? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഇന്റെ 19-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നത്, മൻ അറാദൽ ആഖിറ, ഒരാൾ പരലോകം വിചാരിച്ചു, ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു, വേണമെന്ന് തീരുമാനിച്ചു, വസഅലഹ സഅയഹ, അതിനുവേണ്ടി അയാൾ കഠിനാധ്വാനം നടത്തി, വഹുവ മുഅ്മിനുൻ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതു പ്രകാരം അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെയും അയാൾ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവൃത്തി സ്തുത്യർഹമാണ്, അവർക്ക് പ്രതിഫലം കിട്ടും, അവർക്ക് നന്മ കിട്ടും, അവർ സ്വർഗത്തിലെത്തും. ഇത് കൃത്യമാണ്. ഒരാൾ ആഖിറത്തിനെ ആഗ്രഹിച്ചു, സ്വർഗത്തിലെത്തണമെന്ന് മോഹിച്ചു, വസഅലഹ സഅയഹ, അതിനുവേണ്ടി കഠിനാധ്വാനവും നടത്തി, സ്വർഗത്തിൽ പോവാനുള്ള പണികൾ എടുത്തു എന്നാണ്. സ്വർഗത്തിൽ പോകാനുള്ള പണി ആര് പറയണം? സ്വർഗത്തെ പഠിപ്പിച്ച റസൂലുള്ളാഹി പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചത് പ്രകാരം ഒരാൾ സ്വർഗത്തിനു വേണ്ടി അധ്വാനിച്ചു. വഹുവ മുഅ്മിനുൻ, വളരെ ഇമ്പോർട്ടന്റ്.
വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനാണ് താനും. എന്ത് മുഅ്മിൻ? ഏതെങ്കിലും ഒരു ശക്തിയെ വിശ്വസിച്ചാൽ മതിയോ? ഏതെങ്കിലും പ്രതിഷ്ഠയെ അംഗീകരിച്ചാൽ മതിയോ? അതുപോരാ. റസൂലുള്ളാഹി പഠിപ്പിച്ച അല്ലാഹുവിനെ ആരാധിക്കണം, വിശ്വസിക്കണം. സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ വചനത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഇவ்விധത്തിലുള്ള അല്ലാഹുവിനെ വിശ്വസിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവൂ. സൂറത്തുൽ മുഅ്മിൻ, സൂറത്തു മുഹമ്മദിന്റെ 19-ാമത്തെ വചനം പടച്ച റബ്ബ് കൃത്യമായി പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ അല്ലാഹുവിനെ വിശ്വസിച്ചു. വഹുവ മുഅ്മിനുൻ വകാന സഅയുഹു മഷ്കൂറ, അവന്റെ പ്രവൃത്തിക്ക് എന്തായാലും നന്മ കിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരലോകത്തെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല AKG ഞാൻ പഠിച്ചിടത്തോളം. EMS ഈ ജീവിതത്തിന് ശേഷം വേറെ ജീവിതം ഉണ്ടെന്ന് അവർക്ക് വാദമേ ഇല്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്ന ഈ ലോകത്തെ മാത്രം മുന്നിൽ കണ്ടുള്ള ദർശനത്തിൽ അവരൊക്കെ വിശ്വസിച്ചത്. പരലോകം ഉണ്ട് എന്ന് വിശ്വാസമല്ല, സ്വർഗം ഉണ്ട് എന്ന് വിശ്വാസമല്ല, സ്വർഗത്തിൽ കയറിയ നല്ല നിയമത്തുകൾ ഉണ്ടാവും എന്ന് വിശ്വാസമല്ല, സ്വർഗത്തിൽ വളരെ മനോഹരമാണ്, വളരെ സുമോഹനാണെന്ന് അവർ വിശ്വസിച്ചില്ല. പിന്നെ അവർ ഈ ദുന്യാവിന് വേണ്ടി മാത്രം ജീവിച്ചു. അങ്ങനെയാണ് അവരൊക്കെ, അല്ലെങ്കിൽ ആ ആദർശക്കാരൊക്കെ പാട്ടുപാടിയത്, ഈ മനോഹര ദേശത്ത് ഇനിയും നൽകുമോ ഒരു ജന്മം എന്ന്. ഇവിടെ അതിൻ്റെ അപ്പുറമില്ല. ഇങ്ങനെ വിശ്വസിച്ച ആളുകൾ അവർ പരലോകത്തെ വിശ്വസിച്ചിട്ടില്ല, പരലോകത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, പരലോകത്തിന് വേണ്ടി യഥാർത്ഥ ഈമാൻ കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ പോലും പരലോകം ഇല്ല എന്നറിയുന്ന ആൾക്കാരെ, സ്വർഗവും സ്വർഗത്തിൽ നിയമത്തുകളൊന്നും ഇല്ല എന്നറിയുന്ന ആൾക്കാരെ ഞാൻ സ്വർഗത്തിൽ ഉന്തിക്കയറ്റുന്ന ഒരാൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ, AKG ഇല്ലാത്ത സ്വർഗത്തിൽ, EMS ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാൻ പോണില്ല എന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ, ഇതാരെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? AKGക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല സ്വർഗമുണ്ട്. EMS നമ്പൂതിരിപ്പാടിന്റെ നിരവധിയായ പുസ്തകങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. അതിലൊന്നും അയാൾ സ്വർഗത്തെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. എന്നല്ല, അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ഈ ദുന്യാവിന് വേണ്ടി മാത്രം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, അതിനുവേണ്ടി നിലകൊണ്ടു അദ്ദേഹം. എന്നാലും നിങ്ങൾ നമ്മൾ സ്വർഗത്ത് കയറ്റും എന്ന് പറഞ്ഞാൽ, നിങ്ങളില്ലെങ്കിൽ ഞാൻ സ്വർഗത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പേരാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ബോഷ്ക് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പൊട്ടത്തരം എന്ന് പറയും. ആർക്കും എന്തു ആവാം, ഏത് മതവും സ്വീകരിക്കാം. പക്ഷേ ഇതാണ് ഇസ്ലാം എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയതമായൊരു രീതിയുണ്ട്. അല്ലാഹു റസൂൽ തങ്ങൾക്കത് പഠിപ്പിക്കുന്നു, റസൂൽ അത് വിശദീകരിക്കുന്നു. റസൂലിന്റെ വിശദീകരണം 100% ശിരസാവഹിച്ച് സഹാബാക്കിറാം ജീവിക്കുന്നു. അതവർ അവരുടെ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അവരുടെ പിൻഗാമികൾ അവരുടെ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ നിഷേധിക്കാൻ പാടില്ലാത്ത വിധം വിപുലമായ സംഘങ്ങൾക്ക് പകർന്ന് ആ ആദർശം നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. അത് നിരവധിയായ വിശുദ്ധരാകുന്ന പണ്ഡിതന്മാർ നിരവധിയായ ഗ്രന്ഥങ്ങളിലും വിജ്ഞാന ശാഖകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് വിരുദ്ധമായി ഒരാൾക്ക് ഇങ്ങനെ തോന്നുക, ഇതാണ് ദീൻ, ഇങ്ങനെയാണ് സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ഇന്ന ആളുകളൊക്കെ പോകും എന്ന തീരുമാനം പരിശുദ്ധ ഇസ്ലാമല്ല, അത് ബുദ്ധിപരമേ അല്ല, ശുദ്ധ ബോഷ്കാണെന്ന് പറയേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് അധ്വാനിച്ചു, അവൻ പരീക്ഷയിൽ മുഴുവനായി ഉത്തരങ്ങൾ എഴുതി, മുഴുവൻ ഉത്തരങ്ങളും എഴുതി 100% പെർഫെക്റ്റ് ആയിട്ട്. പക്ഷെ മൂപ്പര് ഈ ഉത്തരത്തിന്റെ നമ്പറുകളൊന്നും ഇട്ടിട്ടില്ല, കുറേ ഉത്തരം എഴുതിയെന്നേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഉത്തര പേപ്പറിന്റെ മേലെ എഴുതേണ്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ട്, അത് മൂപ്പര് എഴുതിയിട്ടില്ല. തോറ്റു എന്നുള്ളതിൽ ഒരു തർക്കമല്ല. മുഴുവൻ ഓതിയിട്ടില്ലേ? ഉണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതൊക്കെ പരീക്ഷയിൽ എഴുതിയിട്ടില്ലേ? ഉണ്ട്. പക്ഷെ തോറ്റു. എന്തേ കാര്യം? ഉത്തരം എഴുതുമ്പോൾ അതിനൊരു രീതിയുണ്ട്, അതനുസരിച്ച് എഴുതണം. പരീക്ഷ എഴുതുമ്പോൾ അതിനൊരു രീതിയുണ്ട്. ആയിരക്കണക്കിന് ഉത്തര പേപ്പറുകൾക്കിടയിൽ അവന്റെ പേപ്പർ തിരിച്ചറിയാനുള്ളൊരു മാർഗമുണ്ട്. അവൻ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ അവിടെ എഴുതുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ല, തോറ്റവും. എന്തൊക്കെയോ നന്മ ചെയ്തില്ല മൂപ്പര് എന്നാണ്. നന്മ ചെയ്യാൻ അതിൻ്റെ ഒരു രീതിയുണ്ട്. എന്തൊക്കെയോ പുണ്യകർമ്മങ്ങൾ ചെയ്തില്ലേ, ചാരിറ്റി വർക്ക് ചെയ്തില്ലേ എന്നാണ്.
ചാരിറ്റിയെ കുറിച്ച് ചില വിമർശനങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ ഘോഷിക്കപ്പെടുന്ന ആളുകളുടെ ചാരിറ്റിയെ കുറിച്ച് ചില വിമർശനങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അവർ ചെയ്തത് ആത്മാർത്ഥമായ ചാരിറ്റിയാണെന്ന് വെക്കുക. അതുകൊണ്ട് ദുന്യാവിൽ അവർക്ക് പ്രതിഫലം കിട്ടിയേക്കും, ആക്സിഡന്റ് ഒഴിവാഴേക്കും, കോണിയിൽ നിന്ന് വീഴാനുള്ള തീരുമാനം അല്ലാഹു തആല മാറ്റിയേക്കും. കാരണം പടച്ച റബ്ബ് റഹീമു മാത്രമല്ല റഹ്മാനുമാണ്. വിശ്വസിച്ച് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് പരലോകത്ത് നന്മ ചെയ്യുന്നവനാണ് റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാലോ, വിശ്വസിക്കട്ടെ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ, ദുനിയാവിൽ മനുഷ്യർക്ക് ഒരുപോലെ എല്ലാവരെയും പരിഗണിക്കുകയും അവർക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. അപ്പൊ ദുനിയാവിൽ കുറെ ചാരിറ്റി ചെയ്തിട്ടുണ്ട്, അത് കാരണം ഒരു രോഗം വരാനുള്ളത് മാറിപ്പോയേക്കും, ഒരു ആക്സിഡന്റ് പറ്റേണ്ടത് ഒഴിവായേക്കും. അസ്സദഖത്തു റദ്ദുൽ ബലായ, സദക്ക ചെയ്താൽ വിപത്തുകൾ ഇല്ലാതെയാകുമെന്ന് റസൂല് പറഞ്ഞതാണ്. പക്ഷെ ആഖിറത്തിന്റെ കാര്യം, ഈ ചാരിറ്റി സ്വീകാര്യമാവണമെങ്കിൽ നേരത്തെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതുപോലെ മുഅ്മിനീങ്ങളായി ആ ഗണത്തിൽ രജിസ്റ്റർ ചെയ്യണം. നിരവധിയായി ഗുണം ചെയ്തൊരു പാകിസ്ഥാനി, ഈ പാകിസ്ഥാനിക്ക് ഇന്ത്യയിൽ ആനുകൂല്യങ്ങൾ കിട്ടൂല. എന്തേ കാര്യം? മൂപ്പര് ഇന്ത്യ അറിയണ ഗ്രൂപ്പ് ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു യോജന, ഏതെങ്കിലും ഒരു പദ്ധതി, അത് പാകിസ്ഥാനിക്ക് എങ്ങനെ കിട്ടുക? അയാൾ നല്ല മനുഷ്യനാണ്, കിട്ടുവോ? പാകിസ്ഥാനിയായ മനുഷ്യൻ വളരെ ദരിദ്രനാണ്, പാവാണ്, ഭക്ഷണത്തിന് വിധിയില്ല. അങ്ങനത്തെ ആൾക്ക് ഇന്ത്യയിൽ റേഷൻ കൊടുക്കണേന്ന് ഒരു അവകാശം അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇത് ഇന്ത്യക്കാർക്ക് കൊടുക്കാനുള്ളതാണ്, അത് പാകിസ്ഥാനിക്ക് കൊടുക്കാൻ പറ്റൂല. ഇത് ഇന്ത്യക്കാർക്ക് കൊടുക്കാനുള്ളതാണ്, പാകിസ്ഥാനിക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പട്ടിണി പാവായിട്ട് നടക്കുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളി, അയാൾക്ക് പക്ഷേ നമ്മുടെ റേഷനിങ്ങിൽ നിന്ന് അയാൾക്ക് അരി കൊടുക്കാൻ പറ്റുമോ? വേണമെങ്കിൽ സൗഹൃദപരമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഈ റേഷൻ വിഹിതം അതിൻ്റെ അർഹതയ്ക്കേ കൊടുക്കുള്ളൂ. ഒരു റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്കേ അത് കിട്ടുള്ളൂ. ഒരു ക്യാമ്പസിൽ പഠിക്കാൻ മോഹമുണ്ടെന്ന് എഴുതിയിട്ട് എല്ലാവരെയും പ്രവേശിപ്പിക്കുമോ? ഒരു ക്യാമ്പസിൽ പഠിക്കാൻ മോഹമുള്ളവരെ മൊത്തം പ്രവേശിപ്പിക്കുമോ? ഇല്ല. അവരുടെ നിയമങ്ങൾ പാലിക്കണം, യൂണിഫോം ഇടണം, അവിടെ രജിസ്റ്റർ ചെയ്യണം, അവിടെ മറ്റു പരിപാടികൾ എന്തൊക്കെയുണ്ടോ, ചട്ടങ്ങളും നിയമങ്ങളും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പാലിക്കണം. എങ്കിൽ അങ്ങനത്തെ കുട്ടിക്ക് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. പഠിക്കാൻ മോഹമുണ്ട്, പച്ചപ്പാവാണ്, അതുകൊണ്ട് എങ്ങനെ ക്യാമ്പസിൽ അധികാരം കിട്ടുക, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുക, ക്ലാസ്സിലിരിക്കാൻ പറ്റൂല. നമ്മുടെ പിതാവ് മരണപ്പെടുന്നു, സങ്കല്പിക്കാം, നമ്മുടെ പിതാവ് മരണപ്പെട്ടു, അദ്ദേഹത്തിന് സ്വത്തൊക്കെ ഉണ്ട്, നമുക്ക് ധാരാളം സ്വത്ത് അല്ലെങ്കിലേ ഉണ്ട്, മക്കളൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരാ, മുതലാളിമാരാണ്. നമ്മുടെ അയൽവാസി ഒരു മഹാപാവുണ്ട്, എന്നാൽ ഓഹരി വെക്കണ സമയത്ത് 4-1 മൂപ്പരിക്ക് 8-1 മൂപ്പരിക്ക് എന്ന് കിട്ടൂല. അയാൾ അർഹനല്ലേ? അർഹനല്ല, അതാണ് പ്രശ്നം. ഇത് പിതാവിന്റെ സ്വത്താണ്, പിതാവിന്റെ സ്വത്ത് അയാളുടെ അനന്തരാവകാശികൾക്കാണ് കിട്ടുക. അപ്പൊ മൂപ്പര് വേറൊരർത്ഥത്തിൽ അർഹനാ, പച്ചപ്പാവാണ്, പട്ടിണിയാണ്, അതിന് വേറെന്തെങ്കിലും പരിഹാരം നോക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, ദുന്യാവിൽ കുറെ അമലൊക്കെ ചെയ്തു, അവർക്ക് പരിഹാരം കിട്ടും, ഇവിടെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാകും. ആഖിറത്തിൽ ഇതിന് പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ മഹാനാ ജിബ്രീൽ അലൈഹി സ്വലാം മുത്തറസൂലിനെ സമീപിച്ച് ചോദിക്കുന്നുണ്ട്, മൽ ഈമാനു യാ റസൂലല്ലാഹ്, എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഇതാണ് ഈമാനിന്റെ ബേസ്. അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിനെ വിശ്വസിക്കുക. ഏതെങ്കിലും ദൈവത്തെ അല്ല, ദൈവം എന്ന് പറയുന്ന ആളല്ല, അല്ലാഹ് എന്ന് പേരിട്ടാൽ പോലും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുത്തറസൂൽ പഠിപ്പിച്ചത് പ്രകാരമുള്ള അള്ളാഹുവിനെ വിശ്വസിക്കുക. ഓ മലായികത്തിഹി, മാലാഖമാരെ വിശ്വസിക്കുക. ഓ കുത്തുബിഹി, അള്ളാഹുവിന്റെ വേദങ്ങളെ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കാന്ന്, ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യാന്ന്, ഖുർആനിലുള്ള നിയമങ്ങൾ പാലിക്കാന്ന്, ഖുർആൻ വിരോധിച്ചവയിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കാന്ന്. റസൂലിഹി, പ്രവാചകന്മാരെ വിശ്വസിക്കുക. മുത്തറസൂൽ കൊണ്ടുവന്നത് അപ്പടി വിശ്വസിക്കുക. വല്യോമിൽ ആഖിർ, ഈ ജീവിതത്തിനൊരു അവസാനമുണ്ട്, ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടെന്ന് വിശ്വസിക്കുക. മതവിരുദ്ധരായ ആളുകൾക്ക്, മതനിഷേധികളായ ആളുകൾക്ക്, ദൈവനിഷേധികളായ ആളുകൾക്ക് ഇതിലേതെങ്കിലും വിശ്വാസം ഉണ്ടോ? വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന ഖദറിന്റെ വിശ്വാസവും വെച്ച് പുലർത്തുക. ഇതാണ് മുഅ്മിൻ.
ഈ മുഅ്മിനെ കുറിച്ചാണ് സ്വർഗം കിട്ടുമെന്ന് അള്ളാഹു പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയെ അംഗീകരിച്ചു വിശ്വസിച്ചു എന്നതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ മതത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുക. ഓരോരുത്തർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള വിശ്വാസങ്ങൾ മതത്തിൽ നിന്നുണ്ടാക്കാൻ ശ്രമിക്കുക. ആർക്കുവാണെങ്കിലും ഏത് മതം ഉണ്ടാക്കാം. ഗുരുനാനാക്ക് സിഖ് മതം എന്ന് പറയുന്ന മതം ഉണ്ടാക്കി. ബുദ്ധമതം ഉണ്ടാക്കിയ വർദ്ധമാന മഹാവീരനെയും ജൈനമതം ഉണ്ടാക്കിയ സിദ്ധാർത്ഥനെയൊക്കെ നമുക്കറിയാം. മിർസാ ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഖാദിയാനിസം എന്ന മതം ഉണ്ടാക്കി. വേറെയും കുറേ മതങ്ങളുണ്ട്. അക്ബർ ചക്രവർത്തിയെ കുറിച്ച് കേൾക്കുന്നു, അയാൾ ദീനേ ഇലാഹി എന്ന് പറയുന്ന മതം ഉണ്ടാക്കി. ആർക്കു വേണമെങ്കിലും മതം ഉണ്ടാക്കാം. പക്ഷെ ഇതാണ് ഇസ്ലാം എന്ന് പറയരുത്. ഇതല്ലാത്തത് മൊത്തം തെറ്റാണെന്ന് പറയരുത്. പരിശുദ്ധ ഇസ്ലാം പിന്തുടരുന്ന ആളുകളൊക്കെ വളരെ വൃത്തികെട്ടവരാണെന്ന് പറയരുത്. എന്തുദ്ദേശം വെച്ചാണെങ്കിലും എന്ത് സ്ഥാനം മോഹിച്ചാണെങ്കിലും. നമുക്ക് അവസാനിപ്പിക്കാം. സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും നിഷേധിക്കലാകുന്നു. എന്നിട്ട് മൂപ്പര് പറയണ മതം ശരിയാന്ന് പറയലാകുന്നു. ആണ് സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മതവും ശരിയല്ല എന്നും മൂപ്പര് പറയുന്ന എല്ലാ മതവും ശരിയാണെന്നുള്ള ഇമ്മതം മാത്രമേ ശരിയുള്ളൂ എന്നുമാണ്. അത് ഖുർആൻ വിരുദ്ധമാണ്, ഹദീസ് വിരുദ്ധമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. സ്വർഗത്തിലേക്ക് എത്തുക ഏതെങ്കിലും മനുഷ്യനല്ല. അവരെന്ത് ചാരിറ്റി ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ചാരിറ്റി ഔദ്യോഗികമാവണം. അത് ഈമാനാണ്. അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ അത് പറയാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിലാവുമെന്ന് പറയാം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളൊക്കെ സ്വർഗത്തിൽ നമ്മൾ പറയണത്. സത്യനിഷേധികളാകുന്ന ആളുകൾ നരകത്തിലാണ്. അവരെ മുഹീത്വത്തും ബിൽ കാഫിരീൻ, നരകം അവരെ പൊതിഞ്ഞു നിൽക്കുകയാണ് എന്ന ഖുർആനിന്റെ സൂക്തം. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഇതിനപ്പുറമുള്ള എല്ലാവിധ വിശ്വാസ ദൗർബല്യങ്ങളെയും ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിരാസം ഒരു വശത്ത്, മതത്തെ വക്രീകരിച്ച് പുതിയ മതങ്ങൾ വേറൊരു വശത്ത്. ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്ന് തന്നെ തെറ്റിക്കുന്ന കുറേയേറെ ഷെയ്ഖ് നാട്യക്കാരുടെ ഈ കളികളും അവരുടേതായ വൃത്തികേടുകളും വേറൊരു വശത്ത്. ഇതിൻ്റെ ഇടയിൽ ഹക്കായി മനസ്സിലാക്കി അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിനെ മുറുകെ പിടിക്കാനുള്ള അധ്വാനമാവണം നമ്മളും നമ്മുടെ മക്കളും നടത്തേണ്ടത്. അതിനാവണം നമ്മുടെ ഈ സംഗമം. അതിനു വേണ്ടി തന്നെയായി നമ്മുടെ ഈ സംഗമത്തെ നമ്മൾ മാറ്റുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധിയായ ആളുകൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. റഹ്മാനെ, ഞങ്ങളെ നീ പരിഗണിക്കണേ തമ്പുരാനെ. അതിരാവിലെ വന്ന് വിവിധങ്ങളായ ഞങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളൊക്കെ മാറ്റിവെച്ച് നിന്റെ ഇൽമു പറയാൻ കേൾക്കാൻ ഒരുമിച്ച് കൂടുന്ന ഈ സ്വാർത്ഥവാഹക സംഘത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരും ഹബീബായ നബിതങ്ങളും പൂർവിക പണ്ഡിതരും പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരുമായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ബന്ധുമിത്രാദികളെയും സ്നേഹജനങ്ങളെയും നീ നിലനിർത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.